കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ജയനെ എന്ന് പറയുന്നതിനകത്ത് ജയൻ സാറിന് ആ പേരിട്ടത് ജോസ് പ്രകാശന് അങ്ങനെ ഉള്ളതാണ്. അതെ 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 അതെ. അതായത് ഈ ജയൻ കൃഷ്ണൻ നായർ നേവിയിലായിരുന്നല്ലോ. അതിനുശേഷം വന്ന് എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഒരു കടയുണ്ട്, ജോസ് പ്രകാശ് ആൻഡ് സൺസ്. അത് രാജനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കടയിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു ഈ കൃഷ്ണൻ നായർ. അവിടെ വന്നേക്കും ഇരിക്കും, ഭയങ്കര എപ്പോഴും മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ഇതായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ പുള്ളിക്കൊരു സിനിമാ മോഹമുണ്ട്. അങ്ങനെ ജ്യേഷ്ഠൻ ജേസിയോട് പറഞ്ഞിട്ടാണ് ശാപമോക്ഷം എന്ന് പറഞ്ഞ പടത്തിൽ ആദ്യം അഭിനയിക്കുന്നത് ജയൻ. അപ്പം കൃഷ്ണൻ നായർ എന്നുള്ള പേര് മാറ്റി ജയൻ എന്ന് പേരിട്ട് ജ്യേഷ്ഠനാണ്. അത് കൂടാതെ കോട്ടയത്തെ ജയവിജയന്മാർക്ക് ആ പേരിട്ട് ജ്യേഷ്ഠനാണ്. കാരണം ഞങ്ങളുടെ അയൽവക്കമാണ് ഈ ജയന്മാരുടെ ഫാമിലി. അപ്പോ ഈ മനോജ് കെ ജയൻ ജയൻ ഇഷ്ടം പോലെ ഭക്തിഗാനങ്ങൾ ജയവിജയന്മാര് വലിയ സംഗീതജ്ഞരാണ്. സിനിമയുടെ സംഗീത സംവിധാന രംഗത്തിലെല്ലാം ഒരാളുടെ പേര് ജയനെന്നും വിജയനെന്നും സെപ്പറേറ്റ് വിളിക്കുമെങ്കിലും ജ്യേഷ്ഠന്റെ ഒരു നാടകത്തിന് സംഗീതം കൊടുത്തത് ഇവരാ. അപ്പം ജ്യേഷ്ഠൻ പറയണ നിങ്ങളുടെ പേര് ഞാൻ ജയവിജയന്മാർ എന്നാക്കുക, കാരണം ഇവരുടെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് എൻ്റെ ജ്യേഷ്ഠൻ പഠിച്ചിട്ടുണ്ട്, അവരുടെ അടുപ്പക്കൂടുതലുണ്ട്. ഓ, ഇതൊക്കെ ഈ തിക്കുറിശി സാറാണ് ഇങ്ങനത്തെ പരിപാടികൾ പേരിടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് രണ്ടും പുതിയ അറിവാ. അതെ അതെ. ഇതും ജയൻ തന്നെ രണ്ടുപേരിലും യാദൃശ്യമായിരിക്കും. വിജയന്മാർക്ക് പേരിടുമ്പോഴും കൃഷ്ണൻ നായരെ ജയൻ എന്നുള്ള പേരിടുമ്പോഴും യാദൃശ്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വിജയം. ജയം എന്ന് വെച്ചാൽ വിജയം.